കേരളത്തിലെ ചില പ്രദേശങ്ങളിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ കാണുന്ന അടഞ്ഞുകിടക്കുന്ന വലിയ വീടുകൾ കേവലം കോൺക്രീറ്റ് കെട്ടിടങ്ങളല്ല. അവയോരോന്നും സ്വന്തം നാടിൻ്റെയും കുടുംബത്തിൻ്റെയും ദാരിദ്ര്യമകറ്റാൻ കടൽ കടന്ന മനുഷ്യരുടെ വിയർപ്പിൻ്റെയും കണ്ണുനീരിൻ്റെയും സ്മാരകങ്ങളാണ്. എന്നാൽ ഡിജിറ്റൽ യുഗത്തിൻ്റെ സാങ്കേതിക പിന്തുണയോടെ ഇന്ത്യ നടപ്പാക്കാൻ പോകുന്ന 16ാമത് ദേശീയ സെൻസസ് ഈ അടഞ്ഞ വാതിലുകളെ നോക്കിക്കാണുന്നത് തികച്ചും വ്യത്യസ്തമായൊരു കോണിലൂടെയാണ്. 6 മാസത്തിൽ കൂടുതൽ വിദേശത്ത് താമസിക്കുന്നവരെയും വീടുകൾ അടച്ചുപൂട്ടി വിദേശത്ത് കഴിയുന്ന കുടുംബങ്ങളെയും സെൻസസ് പരിധിയിൽ ഉൾപ്പെടുത്തില്ലെന്ന രജിസ്ട്രാർ ജനറലിൻ്റെ പ്രഖ്യാപനം ഒരു വലിയ ജനവിഭാഗത്തിൻ്റെ അസ്തിത്വത്തിന് നേരെയുള്ള വെല്ലുവിളിയായി മാറുകയാണ്. രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് കരുത്തേകുന്ന ലക്ഷക്കണക്കിന് പ്രവാസികളെ പടിക്ക് പുറത്തു നിർത്തുന്ന ഈ പ്രക്രിയ കേവലം ഒരു കണക്കെടുപ്പിലെ പിഴവല്ല, മറിച്ച് പൗരാവകാശങ്ങൾക്ക് മേലുള്ള കടുത്ത കടന്നുകയറ്റമാണ്. നികുതി ചുമത്തുന്നതിനും ഭരണകൂടത്തിൻ്റെ നയങ്ങൾ രൂപീകരിക്കുന്നതിനുമായി പൗരാണിക കാലം മുതൽക്കേ ഇന്ത്യയിൽ ജനസംഖ്യാ കണക്കെടുപ്പുകൾ നടന്നിരുന്നു. കൗടില്യൻ്റെ അർത്ഥശാസ്ത്രത്തിൽ ഇത്തരം കണക്കെടുപ്പുകളെക്കുറിച്ച് കൃത്യമായ പരാമർശങ്ങളുണ്ട്. മുഗൾ ചക്രവർത്തി അക്ബറിൻ്റെ ഭരണകാലത്ത് ജനസംഖ്യ, വ്യവസായം, സമ്പത്ത് എന്നിവ അടിസ്ഥാനമാക്കി വിവരങ്ങൾ ശേഖരിച്ചിരുന്നതായി ചരിത്രരേഖയായ ഐൻ ഇ അക്ബരി സാക്ഷ്യപ്പെടുത്തുന്നു. പിന്നീട് ബ്രിട്ടീഷ് കൊളോണിയൽ കാലഘട്ടത്തിൽ കൃത്യമായ ഇടവേളകളിൽ സെൻസസ് നടപടിക്രമങ്ങൾ ആരംഭിക്കുകയും സ്വതന്ത്ര ഇന്ത്യയിൽ സാമൂഹിക മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അത് കൂടുതൽ വിപുലമാക്കുകയും ചെയ്തു. 10 വർഷത്തിലൊരിക്കൽ നടക്കുന്ന ഈ പ്രക്രിയ കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ 2021 മുടങ്ങുകയായിരുന്നു. തുടർന്ന് 2 ഘട്ടങ്ങളിലായി 2027 നടപ്പിലാക്കാൻ പോകുന്ന പുതിയ സെൻസസ് നടപടികളാണ് ഇപ്പോൾ പ്രവാസികളുടെ നെഞ്ചിടിപ്പേറ്റുന്നത്. 2 പ്രധാന ഘട്ടങ്ങളിലൂടെയാണ് 2027 സെൻസസ് കടന്നുപോകുന്നത്. ആദ്യഘട്ടത്തിൽ സ്വയം കണക്കെടുപ്പും വീടുകളുടെ പട്ടിക തയ്യാറെടുക്കലും നടക്കും. വീട്, വീട്ടുകാർ, ആസ്തി, സൗകര്യങ്ങൾ തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട 34ഓളം ചോദ്യങ്ങൾക്കാണ് ഈ ഘട്ടത്തിൽ ഉത്തരം നൽകേണ്ടത്. സ്വന്തമായി ഓൺലൈനിൽ വിവരങ്ങൾ നൽകാൻ കഴിയാത്തവർക്ക് എന്യൂമറേറ്റർമാർ വീട്ടിലെത്തുമ്പോൾ മറുപടി നൽകാനുള്ള സൗകര്യവുമുണ്ട്. രണ്ടാമത്തെ ഘട്ടത്തിലാകട്ടെ ജാതി ഉൾപ്പെടെയുള്ള സാമൂഹിക, സാംസ്കാരിക, സാമ്പത്തിക വിവരങ്ങളാണ് ശേഖരിക്കുക. എന്നാൽ ഈ മുഴുവൻ പ്രക്രിയയിലും സാധാരണ താമസക്കാരെ മാത്രമേ പരിഗണിക്കൂ എന്നാണ് സെൻസസ് കമ്മീഷണർ കൂടിയായ രജിസ്ട്രാർ ജനറൽ മൃത്യുഞ്ജയ് കുമാർ നാരായണൻ വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് വിവരശേഖരണത്തിനായി ഉദ്യോഗസ്ഥൻ എത്തുമ്പോൾ അടഞ്ഞുകിടക്കുന്ന വീടുകൾ ഔദ്യോഗിക കണക്കുകളിൽ നിന്നും പൂർണ്ണമായും പുറത്താകും. വിദേശ നാണയത്തിന്റെ നീക്കിയിരിപ്പിലും രാജ്യത്തിന്റെ GDP നിരക്കിലും പ്രവാസികൾ നൽകുന്ന സംഭാവനകൾ ചെറുതൊന്നുമല്ല. കേരളം പോലെയൊരു സംസ്ഥാനം ഇന്ന് കാണുന്ന രീതിയിലുള്ള പുരോഗതിയും വികസനവും കൈവരിച്ചത് ഗൾഫ് നാടുകളിൽ ഉൾപ്പെടെ കഷ്ടപ്പെട്ട് അധ്വാനം ചെയ്യുന്ന പ്രവാസികൾ അയക്കുന്ന പണം കൊണ്ടാണ്. വലിയ ആശുപത്രികളും ഫ്ളാറ്റുകളും വ്യാപാര സ്ഥാപനങ്ങളും എല്ലാം ഉയർന്നു വന്നത് ഈ പണത്തിന്റെ പിൻബലത്തിലാണ്. പശ്ചിമേഷ്യയിൽ ഒരു യുദ്ധസമാന സാഹചര്യം ഉടലെടുക്കുമ്പോൾ അവിടെ നിന്നും ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ അകലെയുള്ള കേരള തീരത്ത് അതിൻ്റെ സാമ്പത്തിക ആഘാതം അനുഭവപ്പെടുന്നത് ഇതുകൊണ്ട് തന്നെയാണ്. എന്നാൽ രാജ്യത്തിൻ്റെ വികസനത്തിന് ഈ പണം സ്വീകരിക്കുന്ന ഭരണകൂടം അതിനായി പണിപ്പെടുന്ന മനുഷ്യരെ ഔദ്യോഗിക രേഖകളിൽ നിന്നും വെട്ടിമാറ്റുന്നു എന്നത് വലിയൊരു വിരോധാഭാസമാണ്. തെരഞ്ഞെടുപ്പ് കാലങ്ങളിൽ പ്രവാസികൾക്ക് വോട്ട് ചെയ്യാൻ സൗകര്യമൊരുക്കാത്ത അതേ അവഗണന തന്നെയാണ് ജനസംഖ്യാ കണക്കെടുപ്പിലും ഭരണകൂടം ആവർത്തിക്കുന്നത്. സെൻസസ് എന്നത് കേവലം ആളുകളുടെ എണ്ണമെടുക്കൽ മാത്രമല്ല, വരും കാലത്തേക്കുള്ള വിഭവ വിതരണം, അതുപോലെ വികസന പദ്ധതികൾ, ക്ഷേമ പരിപാടികൾ എന്നിവയെല്ലാം തീരുമാനിക്കപ്പെടുന്നത് ഈ മേഖലകളെ അടിസ്ഥാനമാക്കിയാണ്. സ്വന്തം നാട്ടിലെ തൊഴിലില്ലായ്മയും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും കാരണമാണ് പലരും വിദേശത്തേക്ക് കുടിയേറുന്നത്. അവർ ആരും തന്നെ വിനോദസഞ്ചാരികളായി പോയവരല്ല. ഈ യാഥാർത്ഥ്യം മറച്ചുപിടിച്ച് അവരെ സെൻസസിൽ നിന്നും ഒഴിവാക്കുമ്പോൾ ഭാവിയിൽ വലിയ പ്രതിസന്ധികളാണ് അവരെ കാത്തിരിക്കുന്നത്. റേഷൻ കാർഡുകൾ, സർക്കാർ നൽകുന്ന ചികിത്സാ സഹായങ്ങൾ, മറ്റ് ക്ഷേമ പദ്ധതികൾ എന്നിവയിൽ നിന്നെല്ലാം ഇവർ തഴയപ്പെട്ടേക്കാം. അതുമാത്രമല്ല, മണ്ഡലം പുനഃക്രമീകരണം ഉൾപ്പെടെയുള്ള സുപ്രധാന രാഷ്ട്രീയ തീരുമാനങ്ങൾ വരുമ്പോൾ ഒരു വലിയ ജനവിഭാഗത്തിന്റെ ശബ്ദം അവിടെ ഇല്ലാതാവുകയും ചെയ്യും. രാജ്യത്തിന് പുറത്തുള്ള ഇന്ത്യക്കാർക്കായി എംബസികൾ വഴി വിവരശേഖരണം നടത്തണമെന്ന ആവശ്യം പോലും അധികൃതർ തള്ളിക്കളയുകയാണ്. മെട്രോ നഗരങ്ങളിലേക്ക് കുടിയേറിയ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ കണക്കെടുപ്പ് മുതൽ ഭവനരഹിതരുടെയും നാടോടികളുടെയും വിവരശേഖരണം വരെ നിരവധി സങ്കീർണതകൾ സെൻസസ് പ്രക്രിയയിലുണ്ട്. ജോലിസ്ഥലത്ത് എണ്ണപ്പെടുന്നവർ സ്വന്തം നാട്ടിൽ ഇരട്ടിപ്പായി രേഖപ്പെടുത്തുന്നില്ല എന്ന് ഉറപ്പാക്കേണ്ടതുണ്ട്. എന്നാൽ ഇതിനേക്കാളെല്ലാം ഗൗരവമുള്ളതാണ് പ്രവാസികളുടെ വിഷയം. രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ താങ്ങി നിർത്തുന്ന ഒരു ജനതയെ വികസന ഭൂപടത്തിൽ നിന്നും മായ്ച്ചു കളയുന്നത് ചരിത്രപരമായ വലിയൊരു അനീതിയാണ്. കേവലം സാങ്കേതികത്വത്തിന്റെ പേരിൽ അടഞ്ഞുകിടക്കുന്ന വീടുകളെ കണക്കിൽ നിന്നും ഒഴിവാക്കുന്ന നയം സർക്കാർ അടിയന്തരമായി തിരുത്തേണ്ടതുണ്ട്. പ്രവാസികളും ഈ നാടിന്റെ മക്കളാണെന്നും അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതാണെന്നുമുള്ള തിരിച്ചറിവ് ഭരണകൂടത്തിനും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും ഉണ്ടാകണം. നീതിപൂർവമായ ഒരു കണക്കെടുപ്പിൽ നിന്നും ഒരാൾ പോലും പുറത്തു പോകാതിരിക്കാൻ ആവശ്യമായ തിരുത്തലുകൾ വരുത്തിയേ മതിയാകൂ. എങ്കിൽ മാത്രമേ ഇന്ത്യയുടെ സെൻസസ് അതിന്റെ പൂർണ്ണമായ അർത്ഥത്തിൽ ജനാധിപത്യപരമാവുകയുള്ളൂ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.